ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള പേപ്പർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ചില കാര്യങ്ങൾ, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മീനിങ് ആൻഡ് ഡെഫിനേഷന്, അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജിൻ്റെ സ്കോപ്പുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കണം. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഡിസൈൻ ടു അച്ചീവ് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷനെയാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് തരത്തിലുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ പ്ലാനിങ്സ് നടത്താറുണ്ട്. അത്തരം പ്ലാൻസുകൾ അല്ലെങ്കിൽ കോഴ്സ് ഓഫ് ആക്ഷൻസിനെയാണ് നമ്മൾ ബിസിനസ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിൻ്റെ ഇവാലുവേഷനും ഒക്കെയാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ലോങ് ടേം സർവൈവൽ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഡിസൈൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യുകയും ആ ഇവാലുവേഷൻ റിസൾട്ടിൻ്റെ ബേസിൽ ഫ്യൂച്ചർ സ്ട്രാറ്റജീസ് പിന്നെയും മൗൾഡ് ചെയ്തെടുക്കുകയൊക്കെയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഏത് സോഴ്സിൽ നിന്ന് റേസ് ചെയ്യും, ആ റേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഏറ്റവും ബെസ്റ്റ് വണ്ണിൽ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുകയും അങ്ങനെ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുകയും വാല്യൂ ക്രിയേറ്റ് ചെയ്യുകയും ദെൻ അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് ഡിസിഷൻസും ഒക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. CIMA ഡിഫൈൻ ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ. Strategic financial management can be defined as the identification of possible strategies capable of maximizing an organization's net present value, the allocation of scarce capital resources between competing opportunities, and the implementation and monitoring the chosen strategy so as to achieve stated objective. സോ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ടാവും. അത്തരം സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പ്രകാരം ഓർഗനൈസേഷന് അവൈലബിൾ ആയിട്ടുള്ള സ്കേഴ്സ് ക്യാപിറ്റൽ റിസോഴ്സ്, നമുക്കറിയാം ക്യാപിറ്റൽ റിസോഴ്സ് ലിമിറ്റഡ് ആയിരിക്കും. സോ അത് സ്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന് നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്താലേ അതിൽ നിന്ന് നമുക്ക് മാക്സിമം ബെനിഫിറ്റ് ഡിറൈവ് ചെയ്യാൻ കഴിയുള്ളൂ. സോ അത്തരം സ്കാർസ് ക്യാപിറ്റൽ റിസോഴ്സസ് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. ഏതിൽ? ഡിഫറെൻറ്റ് കോമ്പറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അതിൽ അട്രാക്റ്റീവും ആയിരിക്കും. സോ അതിൽ ഏറ്റവും ബെസ്റ്റ് വൺ നമ്മുടെ റിസ്ക് റിട്ടേൺ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഏതാണോ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഈ സ്ട്രാറ്റജീസ് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ അത് കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് ദ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്, നമ്മുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ റിസോഴ്സുകൾ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അതിൻ്റെ മോണിറ്ററിംഗ് ഒക്കെയാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം എക്സിസ്റ്റൻസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് വിത്ത് എ സ്ട്രാറ്റജിക് പെർസ്പെക്റ്റീവ്. ഒരു ഓർഗനൈസേഷനിൽ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി ചെയ്യുന്നത് എന്താണ്?
ആ ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടിനെ ലോങ് ടേം മാനേജ് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ആ ഫണ്ട് ഏറ്റവും എഫിഷ്യൻ്റായ രീതിയിൽ ലോങ് ടേമിലേക്ക് ഓർഗനൈസേഷനെ ഗ്രോത്ത് വരുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി ലോങ് ടേം മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്. ദെൻ ഇങ്ങനെ ലോങ് ടേം മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട് ചെയ്യുന്നത് വഴി ഓർഗനൈസേഷൻ എന്താണ് എയിം ചെയ്യുന്നത്? അവരുടെ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുകയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയുമാണ്. ദാറ്റ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് വെൽത്ത്. ദെൻ സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്ട്രക്ചേർഡുമാണ് ഫ്ലെക്സിബിളുമാണ്. സ്ട്രക്ചേർഡ് ആണ് പറയാൻ കാരണം സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരുപാട് ഫിനാൻഷ്യൽ മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡൽസൊക്കെ നമുക്കറിയാം. ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിൽ റിസ്ക് റിട്ടേൺ അനാലിസിസൊക്കെ നടത്തിയിട്ട് ഏതാണോ ബെസ്റ്റ് വൺ എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാം. സോ അത്തരത്തിൽ ഒരുപാട് മോഡൽസ്, സ്ട്രക്ചേർഡ് മോഡൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ആണ് ചെയ്യുന്നത്. സോ ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന ഓരോ ചേഞ്ചസും സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചേർഡുമാണ് ഫ്ലെക്സിബിളുമാണ്. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് ഗ്രോത്ത്. ഒരു സ്റ്റേബിൾ ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റബിലിറ്റിയാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി എയിം ചെയ്യുന്നത്. ഓർഗനൈസേഷൻ്റെ ലോങ് ടേം സർവൈവലും ലോങ് ടേം പ്രോഫിറ്റബിലിറ്റിയും ഒക്കെയാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എയിം ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ഓർ ഇവോൾവിങ് പ്രോസസ്സ്. ഈ പറയുന്ന സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് മോണിറ്ററിങ് വരുന്നുണ്ട്. ദെൻ അവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊരു ഇവാലുവേഷൻ വരും. ദെൻ ആ ഇവാലുവേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് ടൈം നമ്മൾ അടുത്ത സ്ട്രാറ്റജീസ് ഫോം ചെയ്യുന്നുണ്ടാവുക. സോ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ്സ് ആൻ ഇന്നൊവേറ്റീവ് അപ്രോച്ച്. ഒരുപാട് ഇന്നൊവേറ്റീവായുള്ള ടൂൾസും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസിന് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വഴി സൊല്യൂഷൻസ് കണ്ടെത്തുന്നത്. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് കോൺസ്റ്റൻറ്റ് മോണിറ്ററിങ്. നേരത്തെ പറഞ്ഞു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അവിടെ നമ്മൾ ഒരു സ്ട്രാറ്റജി ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടുകൂടെ ഇത് അവസാനിക്കുന്നില്ല. അത് കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും മാനേജ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ദെൻ ഇറ്റ് മേക്ക് യൂസ് ഓഫ് അനാലിറ്റിക്കൽ ടെക്നിക്സ്. ഒരുപാട് അനാലിറ്റിക്കൽ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടുമുള്ള ഇൻഫോർമേഷൻസ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് റിസൾട്ട് ഓറിയൻറ്റഡ്. ഇവിടെ സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എയിം ചെയ്യുന്നത് എന്താണ്? അവരുടെ ലോങ് ടേം സർവൈവലാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഫണ്ട് എഫക്റ്റീവായി മാനേജ് ചെയ്യുകയും അങ്ങനെ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുകയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു റിസൾട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. ദെൻ ഓഫർ സൊല്യൂഷൻസ്. ഒരു ഓർഗനൈസേഷൻ വരുന്ന എല്ലാ തരത്തിലുള്ള സൊല്യൂഷൻസും സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത്തരം പ്രോബ്ലംസിനുള്ള എല്ലാ സൊല്യൂഷൻസും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സ്കോപ്പ് ഓഫ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ദെൻ സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരുപാട് ആക്ടിവിറ്റീസ് കവർ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള ഫണ്ട്, സ്കേഴ്സ് ക്യാപിറ്റൽ അവർ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഒരുപാട് കോമ്പറ്റിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതൊക്കെ ഒരേ സമയം അട്രാക്റ്റീവ് ആയിട്ടുള്ളതുണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യിൽ അതിലെല്ലാം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ റിസോഴ്സുകൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ് വാല്യൂ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. സോ അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ റിസ്ക്കും റിട്ടേൺ അനാലിസിസും ഒക്കെ നടത്തണം. ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്ന രീതിയിലായിരിക്കണം ക്യാപിറ്റൽ സ്ട്രക്ചറൊക്കെ ഫ്രെയിം ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ റിസ്ക് റിട്ടേൺ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സൊക്കെ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കുകളാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ്.
സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷനിൽ കവർ ചെയ്യുന്നത് ഫണ്ട് റിക്വയർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ഓർഗനൈസേഷന് ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഒരുപാട് തരത്തിലുള്ള ഫണ്ടുകൾ അവർക്ക് ആവശ്യമായിട്ടുണ്ടാവും. സോ അവർക്ക് ആവശ്യമുള്ള ഫണ്ട് അവർക്ക് ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്ന് റേസ് ചെയ്യാൻ കഴിയും. അത് പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ലോൺസ്, ഇത്തരത്തിലുള്ള ഒരുപാട് സോഴ്സ് ഓഫ് ഫിനാൻസുകൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവൈലബിൾ ആണ്. സോ ഇവർക്ക് വേണ്ട ഫണ്ട് ഏത് സോഴ്സിൽ നിന്നാണ് റേസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിസിഷൻ മാനേജ്മെൻറ്റ് സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. കാരണം ഒരേ സമയം ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസും ദെൻ ഓണർഷിപ്പ് സെക്യൂരിറ്റീസും യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് അതാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ആണ്. ഓർഗനൈസേഷൻ്റെ ഫണ്ട് ഏതിൽ സോഴ്സിൽ നിന്നൊക്കെയാണ് റേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് ഫിനോമിന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊപ്പോർഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനൊന്നും കഴിയില്ല. പക്ഷേ അതേസമയം ആ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കുമ്പോൾ ഓർഗനൈസേഷൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ ആ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് കഴിയും. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ നമുക്കറിയാം ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഇങ്ങനെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓണേഴ്സ്, റിയൽ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനുള്ള ഫണ്ട്, ദാറ്റ് മീൻസ് ഏർണിങ്സ്, EPS അവർക്ക് കൂട്ടിക്കൊടുക്കാൻ കഴിയും. സോ ഒരു ഓർഗനൈസേഷന് വെൽത്ത് ക്രിയേറ്റ് ചെയ്തു പറയുന്നത് എപ്പോഴാണ്? അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുമ്പോഴാണ്. അവരെത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അവർക്കതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഷെയർ ഹോൾഡർ വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സോ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഡെപ്റ്റ് ഫണ്ടും കൂടി ഇൻവോൾവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ്, പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് ആയാലും അവർക്കും നമ്മൾ ഫിക്സ്ഡ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോൺസ് ആണെങ്കിൽ നമ്മൾ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ റിയൽ ഓണേഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഏർണിംഗ് പെർ ഷെയർ മാക്സിമൈസ് ചെയ്യാൻ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന് കഴിയും. അങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ടേമിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. സോ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് ഫണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ഓർഗനൈസേഷന് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മാക്സിമൈസ് ചെയ്യാൻ കഴിയും. സോ അവിടെ നമുക്ക് ഓർഗനൈസേഷന് വാല്യൂ ക്രിയേഷന് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇവരെ ഈ പറയുന്ന ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഇവർ ഈ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻകം ബിയറിംഗ് ഫണ്ട്സ് യൂസ് ചെയ്യുന്നതിനോട് ചില സമയത്ത് അഡ്വേഴ്സായിട്ടും എഫക്റ്റ് ചെയ്യാം. സോ ഓർഗനൈസേഷന് EPS കൂടുന്നുണ്ടെങ്കിലേ നമുക്കത് ഫേവറബിൾ ആണ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ് എന്ന് പറയാൻ കഴിയുള്ളൂ. അതേസമയം ചില സമയങ്ങളിൽ നമ്മുടെ ഈ ഫിക്സ്ഡ് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ, ഫിക്സ്ഡ് ഡിവിഡൻറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ആകുമ്പോൾ കൊടുത്താൽ മതി. പക്ഷേ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഈവൻ നമുക്ക് പ്രോഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ബാധ്യതയായിട്ട് മാറും. അത് നമ്മുടെ ഫിനാൻഷ്യൽ റിസ്ക് കൂട്ടും. സോ ചില സമയങ്ങളിൽ ഇത് അഡ്വേഴ്സായിട്ട് ബാധിക്കാനും ചാൻസ് ഉണ്ട്. സോ അത്തരം ഡിസിഷൻസ് ഒക്കെയാണ് സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് സ്ട്രാറ്റജിക് ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് ഡിസിഷൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് പല സമയങ്ങളിലും ലിക്വിഡ് ക്യാഷിൻ്റെ ആവശ്യം ഉണ്ടാവും. സോ അവൈലബിൾ ആയുള്ള ഫണ്ട് മുഴുവൻ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ആ ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ റണ്ണിങ്ങിനും അതിൻ്റെ പേയ്മെൻറ്റ്സും ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഫണ്ട് കയ്യിലില്ലാതെ വരും. സോ അത്തരത്തിലുള്ള പ്രശ്നം ഒഴിവാക്കാൻ ലിക്വിഡിറ്റി പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് മാനേജ്മെൻറ്റ് ബാധ്യതയാണ്. അതും ഏതിൻ്റെ ഭാഗമായിട്ട് വരും? സ്ട്രാറ്റജി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. ദെൻ നെക്സ്റ്റ് വൺ സ്ട്രാറ്റജിക് വാല്യൂ ക്രിയേഷൻ ഓഫ് ദി ഫേം. വാല്യൂ ക്രിയേഷൻ ഓഫ് ദി ഫേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫേമിൻ്റെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. സോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിൽ ഇൻക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ വാല്യൂ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. അതേസമയം
ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയറിൻ്റെ വാല്യൂവിൽ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും വന്നിട്ടില്ലെങ്കിൽ അവിടെ വാല്യൂ ഡിസ്ട്രക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഒരു ഓർഗനൈസേഷന് ലോങ് ടേം സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള, അവർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് നമുക്ക് എപ്പോഴും അവൈലബിൾ ആവണം. നമ്മുടെ കമ്പനി വെൽത്ത് മാക്സിമൈസിങ് അല്ല അല്ലെങ്കിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ ഷെയർ ഹോൾഡേഴ്സ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവരുടെ ഹോൾഡിങ്സ് ഡിസ്പോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളെ അഡ്വേഴ്സായിട്ട് ബാധിക്കും. സോ അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അവരെപ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത്? അവരുടെ വെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ്. സോ സ്ട്രാറ്റജിക് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നതും സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ദ നെക്സ്റ്റ് വൺ സ്ട്രാറ്റജിക് പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റ്. പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുഴുവൻ നമ്മൾ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. അവർ ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുമ്പോഴും ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈവൻ നമ്മുടെ കയ്യിലുള്ള കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഹാപ്പി ആയിരിക്കാം. പക്ഷേ അതേസമയം നമ്മുടെ കയ്യിൽ ഫ്യൂച്ചർ എക്സ്പാൻഷനോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസിക്കോ ഫണ്ട് ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ പിന്നെ നമ്മൾ അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അത്തരം സിറ്റുവേഷൻസിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുന്ന കേസും വരാം. സോ അത്തരം പ്രോബ്ലംസ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അങ്ങനെ വരാനുള്ള ചാൻസുകൾ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം നമുക്ക് അവൈലബിൾ ആയുള്ള പ്രോഫിറ്റ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. സോ നമ്മൾ പ്രോഫിറ്റ് മുഴുവനായിട്ടും ഡിവിഡൻ്റായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ റീറ്റെയിൻ ചെയ്യും. റീറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആകുമ്പോഴാണ്. അതേസമയം ഒരു ബിസിനസ് ഓർഗനൈസേഷന് പ്രോഫിറ്റബിളായുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് എന്ത് തന്നെയായിരിക്കും? അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. സോ അവിടെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നതും ഓർഗനൈസേഷൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും. സോ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് വരുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് കരുതുന്നു. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ള ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനും അതുപോലെ അതിൻ്റെ ചില എസെൻഷ്യൽ ഫീച്ചേഴ്സും ദെൻ അത് കവർ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസുമാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.